ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ തേർഡ് സെക്ഷനിലാണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രീം IO ഓപ്പറേഷൻസിൻ്റെ ഇൻപുട്ട് ഫങ്ഷൻസ് ഗെറ്റ് ആൻഡ് ഗെറ്റ് ലൈൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇന്ന് നമ്മൾ ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദി സ്ട്രീം ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആർ പുട്ട് ആൻഡ് റൈറ്റ് ഫങ്ഷൻ. ദി ഫസ്റ്റ് വൺ, പുട്ട് ഫങ്ഷൻ, ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സിംഗിൾ ക്യാരക്ടർ. ഒരു സിംഗിൾ ക്യാരക്ടറിനെ എ എന്നോ ബി എന്നോ ഒക്കെ ഒരു സിംഗിൾ ലെറ്ററിനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, അതാണ് പുട്ട് ഫംഗ്ഷൻ. അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഫസ്റ്റ് നമ്മൾ CH എന്ന ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ക്യാർ CH ഈക്വൽ ടു C. ഇനി നമുക്ക് ഈ CA ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു യൂസ് പുട്ട് ഫംഗ്ഷൻ. അത് Coutനോട് ചേർത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തത് ഓർക്കുക, സീൻ ചേർത്ത്. അതുപോലെ Cout പുട്ട് CH ബ്രാക്കറ്റിൽ വേരിയബിൾ നെയിം കൊടുത്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത വാല്യൂ C എന്ന് കിട്ടും. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ, Cout ഡോട്ട് പുട്ട് ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ Z എന്ന് കൊടുത്തു. അത് ഡയറക്റ്റായി Zനെ തന്നെ പ്രിൻറ്റ് ചെയ്യുന്നു. അടുത്തത് Cout ഡോട്ട് പുട്ട് 65 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് വിൽ ഡിസ്പ്ലേ ദി ASCII ഇക്വലൻറ്റ്. അത് ക്യാപിറ്റൽ ലെറ്റർ A ആണ്. ഇനി റൈറ്റ് ഫംഗ്ഷൻ നോക്കാം. ദി റൈറ്റ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഡിസ്പ്ലേ എ സ്ട്രിങ്. പുട്ട് ഫംഗ്ഷൻ ഒരു ക്യാരക്ടറിനെ ആയിരുന്നെങ്കിൽ റൈറ്റ് ഫംഗ്ഷൻ ഒരു സ്ട്രിങ്ങിനെ, അതായത് ഒരു കൂട്ടം ക്യാരക്ടേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇതും പുട്ട് ഫംഗ്ഷൻ പോലെ Coutനോട് ചേർത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. സ്ട്രിങ് ആയതുകൊണ്ട് നമ്മൾ അറേ യൂസ് ചെയ്യണം. മുമ്പ് ഗെറ്റ് ലൈനിൽ കണ്ട പോലെ str, len, അറേ നെയിം ആൻഡ് അറേ സൈസ്, അത് ഇവിടെയും വരും. നമുക്ക് ഹെലോ എന്ന ഒരു സ്ട്രിങ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനായി ക്യാർ str10 ഈക്വൽ ടു ഹെലോ എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് Cout ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിൽ str10 എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെലോ എന്നത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. Now we are moving to string functions. നമുക്കറിയാം string is a group of characters. So string functions are used to manipulate a string. ഒരു string function നമ്മൾ യൂസ് ചെയ്യുമ്പോൾ we should include C-string header file. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ്. പേരൊന്ന് നോക്കാം. strlen, strcpy, strcat, strcmp ആൻഡ് strcmpi. ഫസ്റ്റ് നമുക്ക് strlen ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ strlen എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടാനാണ്. ടു ഗെറ്റ് ദി സ്ട്രിങ് ലെങ്ത്. ലെങ്ത് ഓഫ് ദി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദാറ്റ് സ്ട്രിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻറ്റ് strlen ബ്രാക്കറ്റിൽ സ്ട്രിങ് സെമിക്കോളൻ. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. n ഈക്വൽ ടു strlen ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ ഹെലോ സ്പേസ് ഓൾ എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് 9. ഹെലോൻ്റെ 5ഉം ഓളിൻ്റെ 3ഉം ഇടയിലുള്ള ഒരു വൈറ്റ് സ്പേസ് അതും കൂടി കൂട്ടി 9 എന്ന് കിട്ടി. സെക്കൻഡ് വൺ ഇസ് strcpy. നമ്മൾ str കോപ്പി എന്നാണ് പറയുക. This function is used to copy one string into another variable. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. str copy ബ്രാക്കറ്റിൽ ഡെസ്റ്റിനേഷൻ സോഴ്സ് സെമിക്കോളൻ. ഇതിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് കോപ്പി ചെയ്ത് ഇടേണ്ട വേരിയബിൾ, അതായിരിക്കും ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കുക. സോഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് സോഴ്സിലുള്ള കണ്ടൻറ്റിനെയാണ് അല്ലെങ്കിൽ വാല്യൂവിനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്ത് ഇടുന്നത്. എക്സാമ്പിൾ നോക്കാം. str കോപ്പി ബ്രാക്കറ്റിൽ s1, s2 സെമിക്കോളൻ. ഇതിൽ s2യിലുള്ള സ്ട്രിങ്ങിനെ നമ്മൾ s1ലേക്ക് കോപ്പി ചെയ്തിടുന്നു. തേർഡ് വൺ ഇസ് strcat ഫംഗ്ഷൻ. സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആണ് strcat എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ജോയിൻ വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. strcat ബ്രാക്കറ്റിൽ സ്ട്രിങ് 1, സ്ട്രിങ് 2 സെമിക്കോളൻ. എക്സാമ്പിൾ നോക്കാം. ക്യാർ s120 എന്ന ഒരു സ്ട്രിങ് അറേയിൽ നമ്മൾ വെൽക്കം എന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. s210 എന്ന
സ്ട്രിങ് അറേയിൽ ഓൾ എന്നും കൊടുത്തു. ഇനി നമ്മൾ str_cat ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. str_cat ബ്രാക്കറ്റിലെ s1, s2 സെമിക്കോളൻ. ദി ഔട്ട്പുട്ട് വിൽ വെൽക്കം ഓൾ, രണ്ടും കൂടി ചേർത്ത് നമുക്ക് കിട്ടി. വെൽക്കവും ഓളും ചേർത്ത് വെൽക്കം ഓൾ എന്ന് കിട്ടി. ഫോർത്ത് വൺ is strcmp. This function used to compare two strings. Syntax is strcmp ബ്രാക്കറ്റിലെ string 1, string 2 സെമിക്കോളൻ. strcmp എന്ന ഫംഗ്ഷനിൽ രണ്ട് സ്ട്രിങ്സ് കൊടുത്താൽ രണ്ടിൻ്റെയും ലെങ്ത് കമ്പയർ ചെയ്യാനാണ് strcmp ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വെച്ച് നോക്കാം. strcmp ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ ഹായ്, അടുത്തത് ഡബിൾ കോട്ട്സിൽ ഹെലോ എന്ന് കൊടുത്താൽ വി ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ ബിക്കോസ് ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ ചെറുതാണ്. സെക്കൻഡ് വൺ നോക്കൂ, സ്മോൾ ആൻഡ് ബിഗ്. ദിസ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ ബിക്കോസ് ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ്ങിനേക്കാൾ വലുതാണ്. തേർഡ് വൺ, നമ്മൾ സെയിം സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത് ആപ്പിൾ എന്ന്, സോ ഇറ്റ് വിൽ റിട്ടേൺ 0. ഇതിനോട് വളരെ സിമിലറായ ഒരു ഫംഗ്ഷനാണ് അടുത്തത് strcmpi. കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിങ് കേസസ്. നേരത്തെ നമ്മൾ കണ്ട strcmpയിൽ രണ്ട് സ്ട്രിങ്ങും സ്മോൾ ലെറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും മറ്റൊന്ന് സ്മോൾ ലെറ്റേഴ്സിലും ആണെങ്കിൽ ഫംഗ്ഷൻ സ്മോൾ ലെറ്റേഴ്സിനെ ആയിരിക്കും വാല്യൂ കൂടുതൽ കാണിക്കുക, ബിക്കോസ് ആസ്കി വാല്യൂ വെച്ച് നോക്കുന്നതുകൊണ്ട്. അതേസമയം strcmpi ഫംഗ്ഷൻ ഇഗ്നോർ ദി കേസസ്. എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ രണ്ട് എക്സാമ്പിൾ നമ്മൾ മുമ്പ് കണ്ടത് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് വൺ strcmpi. ആദ്യം നമ്മൾ ആപ്പിൾ സ്മോൾ ലെറ്റേഴ്സിൽ കൊടുത്തു, രണ്ടാമത്തെ ആപ്പിൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലുമാണ് കൊടുത്തിരിക്കുന്നത്. strcmp ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ തരുമായിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ strcmpi യൂസ് ചെയ്തതുകൊണ്ട് ഈക്വലായി കാണിച്ചു, റിട്ടേൺസ് 0. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഹെഡർ ഫയലാണ് CMath. ഒരുപാട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് അവൈലബിൾ ആണ്, ബട്ട് നമ്മളിവിടെ 3 മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ആപ്സ് ഫങ്ഷൻ ടു ഫൈൻഡ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. സിൻടാക്സ് ഇൻറ്റ് ആപ്സ് ബ്രാക്കറ്റിൽ ഇൻറ്റ് സെമിക്കോളൻ. എക്സാമ്പിൾ നോക്കൂ. ഇൻറ്റ് n equal to -25 സെമിക്കോളൻ സി ഔട്ട് ആപ്സ് n. It will display 25 ignoring the negative sign. അടുത്തത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് sqrt. എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇൻറ്റ് n equal to 25 ഫ്ലോട്ട് b equal to sqrt ബ്രാക്കറ്റിലെ n സെമിക്കോളൻ സി ഔട്ട് b. ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് 25ൻ്റെ സ്ക്വയർ റൂട്ടായ 5 ആയിരിക്കും. നെക്സ്റ്റ് വൺ ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് pav ഫംഗ്ഷൻ. എക്സാമ്പിൾ നോക്കാം. ഇൻറ്റ് x equal to 5 y equal to 4 ഇങ്ങനെ അസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 പവർ 4 ആണ് കാണേണ്ടത്. സോ pav ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ z equal to pav ബ്രാക്കറ്റിലെ x, y സെമിക്കോളൻ എന്നാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 625 എന്ന് കിട്ടും. അതായത് 5 × 5 × 5 × 5. അടുത്തതായി ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻസ്. ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് C ടൈപ്പ്. 7 ടൈപ്പ് ക്യാരക്ടർ ഫങ്ഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് അപ്പർ ഫങ്ഷൻ. ദിസ് ഫങ്ഷൻ ചെക്സ് ഇഫ് എ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ, അതായത് ലെറ്റർ, അത് ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഈസ് അപ്പർ ബ്രാക്കറ്റിൽ നമ്മൾ ക്യാപിറ്റൽ A എന്ന് കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 1 ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂ. അതേസമയം സ്മോൾ ലെറ്റർ A കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 0. നെക്സ്റ്റ് വൺ ഈസ് ലോവർ ഫങ്ഷൻ. ഇറ്റ് ചെക്സ് ഇഫ് എ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. സ്മോൾ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ഇവിടെ ഈസ് ലോവർ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ X കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 0. ഈസ് ലോവർ ബ്രാക്കറ്റിൽ സ്മോൾ d കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 1. അടുത്തതാണ് ഈസ് ആൽഫ ഫങ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് എ ആൽഫബറ്റ് ഓർ
നോട്ട്. നമ്മൾ കൊടുത്ത ക്യാരക്ടർ ഒരു സ്മോൾ ലെറ്റർ ആയാലും ക്യാപിറ്റൽ ലെറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല, അതൊരു ആൽഫബറ്റ് ആണോ എന്ന് മാത്രമാണ് ഈസ് ആൽഫ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഈസ് ആൽഫ ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ എക്സ് കൊടുത്തപ്പോഴും സ്മോൾ ലെറ്റർ എം കൊടുത്തപ്പോഴും ഇറ്റ് റിട്ടേൺസ് 1. അതേസമയം ഈസ് ആൽഫ 1 എന്ന് കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 0. അടുത്തത് ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ. ഇറ്റ് യൂസ് ടു ചെക്ക് വെദർ ദി ഗിവൺ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് ഓർ നോട്ട്. നേരത്തെ കണ്ട അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ നോക്കാം. ഈസ് ഡിജിറ്റ് ബ്രാക്കറ്റിൽ എക്സ് എന്നും എം എന്നും കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 0. ആൻഡ് ഈസ് ഡിജിറ്റ് 1 എന്ന് കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 1. നെക്സ്റ്റ് വൺ ഈസ് ആൽനം ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുന്നത് വെദർ ദി ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട് എന്നാണ്. ഒരു ആൽഫബറ്റോ ഒരു നമ്പറോ ഇതിലേതെങ്കിലും ഒന്നാണോ എന്നാണിത് ചെക്ക് ചെയ്യുന്നത്. ഈസ് ആൽനം ബ്രാക്കറ്റിൽ എക്സ് എന്നും 1 എന്നും കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 1. അതേസമയം ഒരു സിമ്പിൾ കൊടുത്തപ്പോൾ ഇറ്റ് റിട്ടേൺസ് 0. നെക്സ്റ്റ് ടു അപ്പർ ഫംഗ്ഷൻ. ഇതുവരെ നമ്മൾ ചെക്കിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ടു അപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ഒരു സ്മോൾ ലെറ്ററിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ടു അപ്പർ ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ ബി കൊടുത്തു. വി വിൽ ഗെറ്റ് ദി ആൻസർ ക്യാപിറ്റൽ ബി. ലാസ്റ്റ് വൺ ഇസ് ടു ലോവർ ഫംഗ്ഷൻ. ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഒരു ക്യാരക്ടറിനെ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റാൻ ടു ലോവർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ടു ലോവർ ബ്രാക്കറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ആർ കൊടുത്തപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ആർ ആൻസറായിട്ട് കിട്ടും. ഇതോടെ നമ്മുടെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ സി യു വിത്ത് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.